നിയമസഭയിൽ നടപടിക്രമങ്ങൾ തുടരുകയാണ്. ആശാവർക്കർമാരുടെ സമരം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഉപക്ഷേപത്തിന് അനുമതി തേടി. രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രതിപക്ഷത്ത് നിന്ന് നോട്ടീസ് നൽകിയത്. ഭരണാധികാരികൾ ബിസിനസ് പ്രമുഖർ എന്നിവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ ഭാഗമായി സർക്കാരിന് ലഭിച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് യഥാസമയത്ത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? 12 എക്സ്പെർട്ടുകളെ ഇതിന്റെ ഏകോപനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലെങ്കിലും ഇൻവെസ്റ്റ് സമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ കല്ലിടാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ സംരംഭങ്ങൾ ആരംഭിച്ചപ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി കേരള തീരത്തെ കടൽ മണൽ ഖനന നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്ന് ദൂരദർശൻ പ്രതിനിധി PS വിനയ ചേരുകയാണ്. വിനയ, ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെ ഇന്ന് സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തൊക്കെയാണ് ഇന്ന് കൂടുതൽ വിവരങ്ങൾ സഭയിൽ നിന്നുള്ള? ആദ്യത്തെ പദ്ധതിയുടെ കല്ലിടാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാനത്തെ ആവശ്യങ്ങൾ, അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കുക, അങ്ങനെ അവർ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കണം. അടിയന്തരമായി ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ നോട്ടീസിൽ അടിയന്തര പ്രമേയമായി അത് അനുവദിക്കണമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ സഭയിൽ ചർച്ച നടക്കുകയാണ്. ഇന്ന് കടൽ മണൽ ഖനനം നടപടികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഉടനടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും ഒരു പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടിയന്തര പ്രമേയം അനുവദിക്കുകയാണെങ്കിൽ അതിൽ ചർച്ചയുണ്ടാകും. അതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കുക. അതിനുശേഷം ധനാഭ്യർത്ഥന ചർച്ചകളിലേക്കാണ് സഭ പോവുക. ഇന്നലെയും ഇന്നുമായി 2 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. അതിനുശേഷം CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിനാൽ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി സഭ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയമായി ഈ വിഷയം, ആശാവർക്കർമാരുടെ വിഷയം എടുക്കണമെന്നുള്ള കാര്യം പ്രതിപക്ഷം ശക്തമായി സഭയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി വിനയ, നിയമസഭയിൽ സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെയുള്ളവ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവരങ്ങൾ നൽകിയത് PS വിനയായിരുന്നു.